ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ, പേരെങ്ങനെയാ? ഡോക്ടർ ആനി അരുൺ. ഡോക്ടർ ആനി എന്നാണ് ഒഫീഷ്യൽ നെയിം അല്ലേ? റാണി. ആയുർവേദ ഡോക്ടറാണ് അല്ലേ? എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ആലപ്പുഴയിലാണ്. ഓക്കെ. എന്ത് ബുദ്ധിമുട്ടായിട്ടായിരുന്നു വന്നത്? എനിക്ക് അലർജി ഉള്ളതാണ് കുഞ്ഞിലെ തൊട്ട്. അതിൻ്റെ സിവിയാരിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ക്രിട്ടിക്കൽ കണ്ടീഷൻ വരെ എത്തി. എനിക്ക് 1-2 പ്രാവശ്യം ഞാൻ ശരിക്കും ക്രിട്ടിക്കലായിട്ട് മരിക്കും എന്ന നിലയിൽ തന്നെയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇവിടുത്തെ കാര്യം അറിയുന്നത്. സെക്കൻഡ് ടൈം ഇവിടുത്തെ കാര്യം അറിഞ്ഞു. സെക്കൻഡ് ടൈം അറിഞ്ഞു വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് വിതിൻ 1 മന്ത് പിന്നെ ഞാൻ ക്രിട്ടിക്കലായിട്ട് മരിച്ചു പോകുന്ന തന്നെയുള്ള നിലയിൽ തന്നെ എന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ആയതിൻ്റെ സെക്കൻഡ് ഡേ തന്നെ ഞാൻ ഡിസ്ചാർജ് എടുത്താണ് നേരെ ഇങ്ങോട്ട് വരുന്നത്. സാറിനെ കൺസൾട്ട് ചെയ്ത് ഇവിടുത്തെ മരുന്ന് കഴിക്കുന്നു. ഇപ്പം വളരെ ഭേദമാണ്. എനിക്കിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പോകാം. പറഞ്ഞതുപോലെ പഥ്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇമ്മ്യൂണോതെറപ്പി എടുക്കുന്നു. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാം. നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം അതെല്ലാം നല്ലതായിട്ട് അവോയ്ഡ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അത് കാരണം എല്ലാം നല്ല കെയർഫുള്ളായിട്ട് നമുക്ക് പേടിയില്ലാതെ ഇപ്പോൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലായിരുന്നെങ്കിൽ എന്നും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള ഫുഡ് ഉള്ളിലോട്ട് ചെന്നാൽ നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാണ് ഈ ഒരു അനാഫ്ലാക്സിസ് ഉണ്ടാകുന്നത്. അതെ, നമുക്ക് അറിയാൻ പറ്റത്തില്ല നമുക്ക് എന്തുകൊണ്ടാണ്. ഫുഡ് കൊണ്ടാണ്. ഇപ്പോൾ ഫുഡ്, കളർഡ് ഫുഡ്, ഇതൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 3rd ടൈം എനിക്ക് വന്നപ്പോൾ ഞാൻ ഒന്നത്തെ ദിവസം ഫുഡേ കഴിച്ചിട്ടില്ല. അതായിരുന്നു മെയിൻ കാര്യം. ഫുഡ് കഴിക്കാതെയാണ് ഞാൻ ഉച്ചയ്ക്ക് കൺസൾട്ടേഷന് ക്ലിനിക്കിലോട്ട് പോകുന്നത്. പക്ഷെ അന്ന് ഞാൻ ഒരു പൊടി എക്സ്പോസ് ചെയ്തായിരുന്നു. ഒരു പഴയ ബിൽഡിംഗ് പൊളിക്കുന്ന പൊടി ഞാൻ ഇൻഹേൽ ചെയ്തിട്ട് വന്ന് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആണ് ഞാൻ കൊലാപ്സ് ആയിട്ട് വീഴുന്നത്. അത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ടുപോയി. അതിന്റെ സെക്കൻഡ് ഡേ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ എനിക്ക് അലർജി ടെസ്റ്റിന്റെ ആക്യുറസി എങ്ങനെ ഉണ്ടായിരുന്നു? കറക്റ്റ് തന്നെയായിരുന്നു? കറക്റ്റ് തന്നെയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ പൊടികൾ, ഫംഗസ്, ഇതൊക്കെ അതിലൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് അറിയാൻ പറ്റി. എനിക്ക് ഓൾറെഡി കുഞ്ഞിലോട്ട് അറിയാവുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് കൊണ്ട് നല്ലപോലെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ വേറെ 2 പേരും കൂടെ കൊണ്ടുവന്നല്ലോ. നല്ലൊരു വിശ്വാസമാണ് കേട്ടോ. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡും വളരെ എന്ത് പറയാനാ, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരെ വില്ലിങ് ആണ് പുള്ളിക്കാരൻ. എപ്പോൾ വേണമെങ്കിലും എന്ന് വെച്ചാൽ ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ സെക്കൻഡ് ഡേ എന്നെ വയനാട് വരെ കൊണ്ടുപോകാനും പുള്ളിക്കാരൻ മടിച്ചില്ല. അവിടെ പോവുക, കാണിക്കുക. അന്ന് വയനാട് വന്നപ്പോൾ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എല്ലാം ശരിയാകും. ശരിയായിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഡോക്ടറിന്റെ നമ്പർ ഒന്ന് കൊടുക്കുന്നതിന് 7555039860. ഓക്കെ. അപ്പം ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും എല്ലാവരും വരിക, കാണുക. ഞാൻ പറയുന്നു ഡോക്ടർ വളരെ നല്ലത്. താങ്ക് യു സോ മച്ച്. സത്യം ഒരു ദൈവത്തിനെ പോലെ തന്നെയാണ് കേട്ടോ. താങ്ക് യു. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് ഒത്തിരി സ്നേഹം, സന്തോഷം. നമ്മളുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ 9567710073. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വി ആർ ഹാപ്പി ടു ഡു ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ.